മോനും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വൈജയന്തി വരുന്നുണ്ട്. യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അമ്മ പറയുന്നത് കേട്ടോ, ഇവിടെ വന്ന് ഇതെല്ലാം കുളവാക്കിയത് ഞാനാണെന്ന് അമ്മ പറയുന്നതെന്ന് പറയുന്നത്. അന്നേരം പറയുന്നുണ്ട്, രാജീവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ കലീനെ ഈ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം അമ്മ മുത്തശ്ശി ചോദിക്കും, നീ എന്തോ ചെയ്യുവടിയെന്ന് ചോദിക്കും. പറയും, ഒട്ടും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് സൂയിസൈഡ് ചെയ്യും, പറഞ്ഞേക്കാം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അലീനയുമായിട്ട് ഈ വീട്ടിൽ താമസിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കരുത്, നീ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ ദേഷ്യ മട്ടിൽ വൈജയന്തിയെ നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ രേവതി കിടന്ന് വിളിക്കുകയാണ്, അങ്കിൾ ആൻറ്റി ഒന്ന് വേഗം വാ, എന്തിനൊരുക്കവാ, ഇത് നമ്മൾ കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അന്നേരം അവർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ആരെയാടി വിളിക്കുന്നതെന്ന്. അന്നേരം പറഞ്ഞ്, ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനെ വിളിക്കുമായിരുന്നു, പക്ഷേ അങ്കിൾ ഫോൺ എടുക്കുന്നില്ല, ഒരു നല്ല കാര്യം പറയാനായിരുന്നു എൻ്റെ. അതുപോലെ തന്നെ മുത്തശ്ശിയും ഫോൺ എടുക്കുന്നില്ല. അലീന ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ പഠിപ്പിക്കാൻ വിടുന്നത്, പക്ഷേ എന്ത് ചെയ്യാനാ, അതൊന്നും ചേച്ചി പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ, അതൊക്കെ പിന്നെ പറയാം, ആദ്യമേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് മതി പറയലും വിളിക്കലും ഒക്കെ എന്ന്. അപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലേ എനിക്ക് എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. +2 കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ, പിന്നെ നീ തോറ്റോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് കളിയാക്കി ആൻറ്റിയും അങ്കിളും പറയുന്നുണ്ട് കേട്ടോ. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയ്യടാ, സ്നേഹതീരത്ത് വന്നപ്പോൾ ഗമയിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുന്നത് കണ്ടല്ലോ, അയ്യോ ആയിരുന്നോ, പക്ഷെ അന്ന് എൻ്റെ കണ്ണാടി ഞാൻ എടുത്തില്ലായിരുന്നെന്ന് തോന്നുന്നു എന്ന് പറയും. പിന്നെ കണ്ണാടി എടുത്തില്ല, കൂടുതലൊന്നും പറയണ്ട, ഒന്ന് വേഗം വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ജേക്കബ് സാറിൻ്റെ ആ ഒരു റെക്കമെൻഡേഷനിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അത് തന്നെ രേവതിയുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി രേവതി മിടിക്കുകയാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ രേവതിക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് മാമച്ചനും ഗ്രേസിയും. രേവതിക്കുട്ടിയും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്ന് വിളിച്ച് പറയാനായിട്ട് അലീന ചേച്ചി വിളിച്ച് പറയാനായിട്ട് പറ്റിയില്ലെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ വന്നിട്ടുണ്ട്, കൂടെ ആ അലീനയും ഉണ്ടെന്ന്. ആഹാ, അലീനയുണ്ടോ, ഞാൻ ചൂലെടുത്ത് അടിച്ചിറക്കാം, അമ്മ ഒന്ന് പ്ലീസ്, അമ്മ ചൂലെടുത്താൽ അച്ഛൻ എന്താ കൈയും കെട്ടി നിൽക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, അച്ഛൻ അമ്മയെ അടിക്കും ഉറപ്പാണെന്ന് പറയും കേട്ടോ. അപ്പം ഇങ്ങോട്ട് ബാലേന്ദ്രൻ വന്നിട്ട് പറയും, നീ നിൻ്റെ അഹങ്കാരം കൊണ്ട് ആട്ടി വിട്ടതാ, ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാ അവളെ മനസ്സോടെ, നല്ല മനസ്സോടെ, ഒരു മകളെ പോലെ സ്നേഹിച്ചാൽ നിനക്ക് നല്ലത്, അതല്ല ഗുസ്തി പിടിക്കാനാണെങ്കിൽ നിൻ്റെ ജീവിതം മഹാദുരിതം, എനിക്ക് ആ ദുരിതം മതി, സൗഖ്യം വേണ്ട എന്ന് പറയും. ഞാൻ ഇവളും കൂടി ഈ വീട്ടിൽ വേണോ അതോ ഇവളെ മാത്രം മതിയോ എന്ന് എൻ്റെ വീട്ടുകാരോട് ആലോചിക്കട്ടെ, ആരുമില്ലാത്തവളൊന്നും അല്ല ഞാനാ, നീ ആലോചിക്കുക, അലീനെ വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും വിളിച്ചുകൊണ്ട് മുത്തശ്ശി എടുത്തോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയും, കണ്ണ് മിഴിച്ച് നോക്കണ്ട, അലീന തന്നെയാ, എനിക്കെന്താ അലീനെ അറിയില്ലേ, പിന്നെ നീ എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കും. എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അറിയാം, അതുകൊണ്ട് പറയണേ ആണെന്ന് ബാലചന്ദ്രൻ പറയും. ഈ ബാലചന്ദ്രൻ്റെ വീടായത്, ചില സമയങ്ങളിൽ ചിലരൊക്കെ അത് മറന്നു പോകുന്നുണ്ട്, ഇവളെ നിങ്ങളെല്ലാവരും കൂടി പിടിച്ചിറക്കി വിട്ടതാ, ഞാനോ ഈ കട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ഇവളെ പിടിച്ചിറക്കുക, ചുക്കാൻ പിടിച്ചതിനകത്ത് നിങ്ങളുമുണ്ട് കൂട്ടത്തിലെന്ന് പറയും. പിന്നെ ഒരു കാര്യം, അത് ഞാൻ ഇവളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നെന്ന് പറയാം, അതെന്തായാലും നന്നായി, നന്നായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ മോളോട് പറഞ്ഞത് മനസ്സിലാക്കിക്കോണം. പിന്നെ മറ്റൊരു കാര്യം, ദുബായിലും സിംഗപ്പൂരിലും നീലഗിരിയിലുമുള്ള നിങ്ങളുടെ ആൺമക്കളോട് പറയണം, ബാലചന്ദ്രൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ വന്നേക്കരുത്, ഞാൻ ആരുടെയും കുടുംബത്തിൽ കയറി കലക്കാനും കളിക്കാനും ചെന്നിട്ടില്ല, അതുപോലെ ഇവൾ ഇവിടുത്തെ വേലക്കാരിയല്ല, പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മക്കളെടുത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറയും, ഇത് ആരുടെ വീട്, അത് അച്ഛൻ്റെ, നിങ്ങളുടെ പഠിത്തവും എല്ലാ കാര്യങ്ങളും നോക്കുന്നയാൾ അത് അച്ഛനാ ആണല്ലോ, ഇത് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്, ഇത് ഇവിടുത്തെ സെർവൻറ്റോ വേലക്കാരിയോ ഒന്നുമില്ല, എൻ്റെ മകളായിട്ട് ഞാൻ ദത്തെടുത്ത് കൊണ്ടുവന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരും ഇവളെ വേറെ അവിടെ കാണരുതെന്ന് പറയാം. അപ്പം അങ്ങനെ ഇത് കേട്ട് വൈജയന്തി നിന്ന് കരയുന്ന, ഞാൻ അന്നേരെ പറഞ്ഞല്ലേ എനിക്ക് വിവാഹം ഒന്നും വേണ്ടാന്ന്, ഞാൻ പറഞ്ഞതല്ല ആരെങ്കിലും കേൾക്കോ, ഇപ്പം എങ്ങനെയുണ്ട്, എൻ്റെ ജീവിതമല്ലേ നശിച്ചു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഇരുന്ന് കരയുന്ന രംഗമാണ്. വൈജയന്തിയെ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുന്ന രംഗമായിട്ടാണ് ഇത് തീരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.